ഇന്ന് നമുക്ക് ഒരു റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിയിലെ ഒരു ക്വസ്റ്റ്യനാണ്, റീഡിങ് സി പാർട്ട് ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കതിൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊന്ന് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, റീഡിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം റീഡിങ്ങിൻ്റെ ബി ആൻഡ് സി പാർട്ടിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും, എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം, എന്നിട്ട് നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസിലോട്ട് വരാം. എന്ത് തന്നെയായാലും ആദ്യം ക്വസ്റ്റ്യനാണ് ബിയിലും സിയിലും നമ്മൾ വായിക്കുക. പക്ഷേ റീഡിങ്ങിൻ്റെ എ പാർട്ടിൽ നമ്മൾ ആദ്യം പാരഗ്രാഫ്സ് ഒരു 2 minutes 3 minutes മൊത്തം എടുത്തിട്ട് 4 പാരഗ്രാഫും വായിച്ച് നന്നായിട്ട് എന്ന് വെച്ചാൽ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ചെയ്ത് വായിക്കുമ്പോൾ നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന സ്ട്രൈക്ക് ചെയ്യുന്ന വാക്കുകൾ അതെങ്ങനെയാണെന്നുള്ള അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന വാക്കുകൾ ഒന്ന് എഴുതി വെച്ച് അണ്ടർലൈൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ബിയും സിയും വരുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പാരഗ്രാഫിലോട്ട് പോവുക. ചിലവർക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് വായിക്കാതെ പാരഗ്രാഫിലോട്ട് പോയാലൊന്നും മനസ്സിലാവില്ല. ചിലവർക്ക് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ഓപ്ഷൻസിലോട്ട് വന്നാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെങ്ങനെയാണോ ഈസി എന്ന് തോന്നിപ്പിക്കുന്നത് അതുപോലെ നമ്മൾ ചെയ്യുക. എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ഐ ഹാവ് ഷെയർഡ് ദ ക്വസ്റ്റ്യൻ. യു ക്യാൻ റീഡ് ദ ക്വസ്റ്റ്യൻ നൗ. According to the final paragraph, appropriate subjects for clinical trials are those. ഓക്കെ, നമ്മുടെ ഫൈനൽ പാരഗ്രാഫിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ക്ലിനിക്കൽ ട്രയൽസ് ആണ് ടോപ്പിക്. അപ്പോൾ അപ്രോപ്രിയേറ്റ് സബ്ജക്റ്റ് ഫോർ ക്ലിനിക്കൽ ട്രയൽസ് ആർ ദോസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ വായിച്ചു വിടാം. ഹൂ ഹാവ് മൈൽഡ് അൾഷിമേഴ്സ് ഡിസീസ്. അൾഷിമേഴ്സ് ഡിസീസ് മൈൽഡ് ആയിട്ടുള്ളവർ എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ മൈൽഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. മൈൽഡ് ആയിട്ടുള്ളവരെയാണ് ആ ക്ലിനിക്കൽ ട്രയൽസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളവർ. ഓക്കെ, ആർക്കാണോ മൈൽഡ് അൾഷിമേഴ്സ് ഡിസീസ് ഉള്ളവർ അവരെയാണ് ഈ ക്ലിനിക്കൽ ട്രയൽസിൻ്റെ സബ്ജക്റ്റായിട്ട് എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി വന്നിട്ട് ഹു ആർ യങ് പേഷ്യൻ്റ് ഓഫ് അൾഷിമേഴ്സ് ഡിസീസ്. അൾഷിമേഴ്സ് ഡിസീസ് ഉള്ളവരും എന്നാൽ യങ്ങേഴ്സ് ആയിട്ടുള്ളവരെയുമാണ് ചൂസ് ചെയ്യുന്നത് എന്നാണ് ബി പറയുന്നത്. സി വന്നിട്ട് ഹു ആർ അൺഅവെയർ ദാറ്റ് ദേ ഹാവ്. അത് ദേ ആണ് കേട്ടോ, ദായല്ല. ദേ ഹാവ് അൾഷിമേഴ്സ് ഡിസീസ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ദേ ഡോണ്ട് നോ വെദർ ദേ ഹാവ് അൾഷിമേഴ്സ് ഡിസീസ് ഓർ നോട്ട്. അങ്ങനെ അൺഅവെയർ ആയിട്ടുള്ളവരാണ്, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ ഒരു ക്ലിനിക്കൽ ട്രയൽസിൽ എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഹു ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് അൾഷിമേഴ്സ് ഡിസീസ്. അൾഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത കാറ്റഗറിയിൽപ്പെട്ടവരെയാണ് നമ്മൾ ഈ ഒരു ക്ലിനിക്കൽ ട്രയൽസിന് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ ആരെയാണ് ശരിക്കും ക്ലിനിക്കൽ ട്രയൽസിന് എടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ പാരഗ്രാഫ് ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് അൾഷിമേഴ്സ് ഡിസീസ് ഇൻ വൈൽഡ് സ്പ്രെഡ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇറ്റ്സ് ആക്ച്വലി ഡിഫിക്കൾട്ട് ഫോർ റിസർച്ചേഴ്സ് ടു ഫൈൻഡ് അപ്രോപ്രിയേറ്റ് സ്റ്റഡി പാർട്ടിസിപ്പൻറ്റ്സ് ഇൻ ക്ലിനിക്കൽ ട്രയൽസ്. വളരെ ബുദ്ധിമുട്ടാണെന്നാണ് അല്ലേ പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഭയങ്കരമായിട്ട് വൈൽഡ് സ്പ്രെഡ് ആവുകയാണ് അൾഷിമേഴ്സ് ഡിസീസ്. ഡിസ്പൈറ്റ് എന്നിരുന്നാലും വളരെയധികം വ്യാപിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് റിസർച്ചേഴ്സിന് ഫൈൻഡ് അപ്രോപ്രിയേറ്റ് സ്റ്റഡി പാർട്ടിസിപ്പൻറ്റ്സ്, കറക്റ്റായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് ക്ലിനിക്കൽ ട്രയൽസിന് വേണ്ടിയിട്ടുള്ളത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ടാണെന്നാണ് പറയുന്നത്. ഇൻവെർട്ടഡ് കോമയാണ്, ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളതൊക്കെ. ഇറ്റ്സ് വെരി ചലഞ്ചിങ് ബിക്കോസ് മെനി ട്രയൽസ് ഹാവ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, സെഡ് ഹെൻഡ്രിക്സ്. വീണ്ടും അതൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണെന്നുള്ളതിനെയാണ് ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനും ഉപയോഗിച്ചുകൊണ്ട് ഹെൻഡ്രിക്സ് എന്ന് പറയുന്ന റിസർച്ചർ ഒന്നുകൂടെ അതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. മെനി പീപ്പിൾ ഡോണ്ട് നോ ദേ ഹാവ് അൾഷിമേഴ്സ് ഡിസീസ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഏതാണ് നമ്മുടെ ഒരു തേർഡ് ഓപ്ഷനാണ് പറഞ്ഞത്, സി ഓപ്ഷനാണ് പറഞ്ഞത്. പലർക്കും അറിയില്ല അൾഷിമേഴ്സ് ഡിസീസ് എന്താണെന്നുള്ളത് കേട്ടോ, ഇൻ ദ ഇയർലി സ്റ്റേജസ്. പക്ഷേ വായിക്കണം, ഇൻ ദ ഇയർലി സ്റ്റേജസ്. തുടക്കത്തിലേന്ന് അവർക്ക് അറിയത്തില്ലെന്നേ പറയുന്നുള്ളൂ. ആൻഡ് സോ ദെയർഫോർ ദേ മൈറ്റ് നോട്ട് സീക്ക് എ ക്ലിനിക്കൽ ട്രയൽ. അതുകൊണ്ട് അവർ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അല്ലാതെ എടുത്തില്ലെന്നല്ല, അവർ ശ്രമിക്കില്ല. ദേ ഡു നോട്ട് സീക്ക് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ മിസ്റ്റർ ജോൺ, അയാൾക്ക് എയർലി സ്റ്റേജ് ഓഫ് അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ട്. അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എയർലി സ്റ്റേജ് ആയതുകൊണ്ട്. അയാൾ ഓർക്കൊണ്ട് മേ ബി ഡെയിലി ഓരോ വർക്കുകൾ ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളായിരിക്കും ഓർത്ത് അയാൾ അത് ഇഗ്നോർ ചെയ്യുന്നു. അയാൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അയാൾ പോയി ക്ലിനിക്കൽ ട്രയലിന് അയാളായിട്ട് സീക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. and once they progress further in the disease, they may then become ineligible for the trial.
പിന്നെ അവർക്ക് ഈ ഒരു ഡിസീസ് കണ്ടീഷൻ കൂടി വരുവാണ്, ഈ ഒരു ഇഷ്യൂ കൂടി വരുമ്പം അവരെന്ത് ചെയ്യും, മേ ബി ദേ വിൽ ഗോ ആൻഡ് സീക്ക് ദ ക്ലിനിക്കൽ ട്രയൽ അല്ലേ, സീക്ക് ഫോർ ക്ലിനിക്കൽ ട്രയൽ. ആ ടൈമിൽ ദേ വിൽ ബിക്കം ഇന്നെലിജിബിൾ ഫോർ ക്ലിനിക്കൽ ട്രയൽ. കുറച്ചുകൂടി ഇങ്ങോട്ട് പ്രോഗ്രസ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് ഇപ്പോൾ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് അവർ ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. എന്ത് സംഭവിക്കും? ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ്, അവരതിന് എലിജിബിൾ അല്ല. അപ്പോൾ ഇതിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് നമ്മൾ സി ഓപ്ഷൻ ഒരിക്കലും എടുക്കരുത്. അൺഅവെയർ ആയിട്ടുള്ളവരെ ക്ലിനിക്കൽ ട്രയലിന് എടുക്കുന്നില്ല എന്നുള്ളതല്ല, അറിയാൻ മേലാത്തവരെ എടുക്കുന്നില്ലെന്നല്ല, അറിയാൻ മേലാത്തത് കൊണ്ട് ഏർലി സ്റ്റേജിലുള്ളതുകൊണ്ട് അറിയാൻ മേല അവർക്ക്, പക്ഷെ അവർ പിന്നെ ശ്രമിക്കുമ്പോൾ അവരെ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രോഗ്രസ് ആയി പോകുന്നത് കൊണ്ട്. അപ്പോൾ അതിനർത്ഥം പ്രോഗ്രസ് ആയ സ്റ്റേജിൽ തിരിച്ച് ചിന്തിക്കണം. അവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. പ്രോഗ്രസ് ആയ സ്റ്റേജിൽ, അതായത് ഇപ്പോൾ 80%, 90% അല്ലെങ്കിൽ മോർ ദാൻ 50% അസുഖമായതിനു ശേഷം എന്നെ ക്ലിനിക്കൽ ട്രയലിൽ കൂട്ടാവോ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല. അതിനർത്ഥം ബിലോ 50% അല്ലെങ്കിൽ ഒരു 10%, 20% അങ്ങനെയുള്ള ചെറുതായിട്ട് അൾഷീമേഴ്സ് ഡിസീസ് ഉള്ള സമയത്താണ് ഈ ഒരു ക്ലിനിക്കൽ ട്രയലിന് എടുക്കുള്ളൂ എന്നാണ് ഇൻഡയറക്റ്റായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ഹൂ ഹാവ് മൈൽഡ് അൾഷീമേഴ്സ് ഡിസീസ്. പ്രോഗ്രസ് എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഒത്തിരി ഉണ്ട്, കുറച്ചുണ്ട്. ക്ലിയർ ആയോ? അതുകൊണ്ട് എ ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നേരെ തിരിച്ച് ചിന്തിക്കണം, ട്വിസ്റ്റ് ചെയ്ത് ചിന്തിക്കണം. അല്ലാതെ അൺഅവെയർ ആയിട്ടുള്ളവരെയാണ് എടുക്കുന്നതെന്ന് ചിന്തിക്കരുത്. അൺഅവെയർ ആയിട്ട് അവർക്ക് ഏർലി സ്റ്റേജിൽ അവിടെയാണ് ആ കിടക്കുന്നത്. ഏർലി സ്റ്റേജ് ഈസ് ഈക്വൽ ടു മൈൽഡ്. ഏർലി സ്റ്റേജസിൽ അറിയാൻ പറ്റുന്നില്ല, പിന്നെ ചെല്ലുമ്പം അവർ എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഏർലി സ്റ്റേജ് മൈൽഡ്, അപ്പോൾ അതിനർത്ഥം എന്താണ്? പ്രോഗ്രഷൻ ആയിട്ട് കഴിഞ്ഞ് ഒരുപാട് അസുഖമായി കഴിഞ്ഞാൽ എടുക്കില്ലെന്നാണ്. അപ്പോൾ അതിനർത്ഥം കുറച്ച് അസുഖമുള്ളവരെയാണ് എടുക്കുന്നുള്ളൂ. അതാണ് എ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ടഫായിട്ടുള്ള എയും സിയും തമ്മിൽ നല്ലൊരു ഒരിക്കലും പിടുത്തം കിട്ടില്ല. അത്രമേലും മനസ്സിലാവണം അവർക്ക്. ഏർലി സ്റ്റേജസിൽ എടുക്കുള്ളൂ, പ്രോഗ്രസ്സിൽ എടുക്കില്ല എന്നുള്ള ആ ഒരു തിങ്കിങ്ങിലോട്ടേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അല്ലാതെ അൺഅവെയർ ആയിട്ടുള്ളവരെ എടുക്കുന്നില്ല, അൾഷീമേഴ്സ് ഡിസീസിലുള്ളവരെ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സി എടുക്കും. ഓക്കെ, ക്ലിയർ ആയ ഒരു തോട്ടും നമുക്ക് വരണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.